വന്യജീവി ആക്രമണം പതിവായിക്കൊണ്ടിരിക്കുകയാണ്. ഈ എത്ര ജീവനുകളാണ് ഇനിയും പൊലിയാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു വ്യക്തതയുമില്ല. അതൊക്കെ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം, അല്ലേ? കാട്ടാന ആക്രമണത്തിൽ അതിരപ്പള്ളിയിൽ കൊല്ലപ്പെട്ട ആദിവാസി സ്ത്രീ വത്സയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. രാവിലെ 9 മണിയോടെ പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും. വിവരങ്ങളുമായി രാഗിൻ ചേരുന്നുണ്ട്. രാഗിൻ, ഇന്നാണ് മൃതദേഹം വിട്ടുകൊടുക്കുക. അവിടെ പ്രതിഷേധമോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ വകയായിട്ടുള്ള എന്തെങ്കിലും പ്രതികരണമോ ഒക്കെ നമുക്ക് ലഭ്യമാണോ? എന്താ അവിടുത്തെ ഒരു അവസ്ഥ ഇപ്പോൾ? അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടക്കും. മോർച്ചറിയിലാണ് വത്സയുടെ മൃതദേഹമുള്ളത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ, ഡോക്ടർമാരും അല്ലെങ്കിൽ അത്തരം ആളുകളൊക്കെ തന്നെ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. ചാലക്കുടി ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടക്കും. ഇതിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. ഈ വന്യമൃഗ ഭീതിയിൽ തന്നെയാണ് ഈ മേഖലകൾ ഒക്കെ തന്നെ ഉള്ളത്. ചാലക്കുടിക്ക് പടിഞ്ഞാറ് ഭാഗമാണ് ഈ പറയുന്ന വാഴച്ചാൽ അതിരപ്പള്ളി മേഖല. ആ മേഖലകളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള കാട്ടാന ഭീതി ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം നേര്യമംഗലത്ത് ഇന്ദിരാ രാമകൃഷ്ണൻ എന്ന് പറയുന്ന വീട്ടമ്മ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അതിൻ്റെ നടുക്കം മാറും മുൻപാണ് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. വത്സ, ആദിവാസി ഊരുമൂപ്പൻ്റെ ഭാര്യ വത്സയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതിനുശേഷം മൃതദേഹം ഇവിടേക്ക് എത്തിക്കുകയായിരുന്നു. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. വലിയ പ്രതിഷേധം ഇതിന്റെ ഭാഗമായി ഈ പ്രദേശത്ത് കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ അടക്കം ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതിനുശേഷം വനംവകുപ്പ് അധികൃതരുമായൊക്കെ ചർച്ചകൾ നടന്നിരുന്നു. അന്ന് ആ ഘട്ടത്തിൽ ഒരു ഇത്തരത്തിൽ കുടുംബത്തിന് കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, തൊഴിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകും എന്ന ഉറപ്പ് ലഭിച്ചു എന്നതാണ് വ്യക്തമാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. എന്തായാലും ആ മേഖലകളിൽ നിന്ന് കരുദിനമാണ്. ഇതിൽ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം ഈ വന്യമൃഗ ഭീതിയിൽ, അതോടൊപ്പം തന്നെ അതിൻ്റെ അത്തരം ആക്രമണങ്ങൾക്ക് ഇരയാകുന്നവരുടെ എണ്ണം കൂടുന്നു എന്നതാണ് ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായി മാറിയിരിക്കുന്നത്. ഇന്നലെ തന്നെ 2 പേരാണ് കൊല്ലപ്പെട്ടത്. അത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം ഇതിൻ്റെ ഭാഗമായി തന്നെ ഉണ്ട്. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങൾ, ഈ ഒരു വിഷയം നിലനിൽക്കുകയാണ്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമായി തന്നെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. കാരണം ഇത്തരം പ്രതിഷേധങ്ങൾ നേരത്തെ കോതമംഗലത്തും നമ്മൾ കണ്ടതാണ്, കക്കയത്തും ഒക്കെ അത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കാരണം അത്തരത്തിൽ സ്വൈര്യമായി ജീവിക്കുന്നതിനടക്കം തടസ്സപ്പെടുന്ന സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇതിൽ കൃത്യമായിട്ടുള്ള നടപടി വേണം എന്നതാണ് ഏവരുടെയും ആവശ്യം. അതിൽ ശാസ്ത്രീയമായി തന്നെ നടപടികളുണ്ട്. ഈ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമാക്കുക, അതോടൊപ്പം തന്നെ RRT സംവിധാനങ്ങൾ വനംവകുപ്പിന്റെ ശക്തമാക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. പക്ഷെ പലയിടങ്ങളിലും അത് ഉണ്ടാകുന്നില്ല. മൂന്നാറിൽ പടയപ്പയുടെ കാര്യം കേട്ടിരുന്നു. അവിടെ RRT സംവിധാനമൊക്കെ വളരെ ദുർബലമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളും വെളിവായിരുന്നു. അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ മേഖലകൾ നേരിടുന്നുണ്ട്. അതിനൊക്കെ തന്നെ പരിഹാരം ഉണ്ടാകണമെന്നതാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ ഏവരും പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടക്കും. അതിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഈ വത്സയുടെ ഭർത്താവ് രാജനും പരിക്കേറ്റിരുന്നു. അദ്ദേഹം തൊട്ട് അടുത്ത് തന്നെയുള്ള ബ്ലോക്കിൽ ഉണ്ടായിരുന്നു. എന്തായാലും മറ്റ് കൂടുതൽ പേർ ഇപ്പോൾ ഈ വാഴച്ചാൽ അതിരപ്പള്ളി ഭാഗത്താണുള്ളത്. കാരണം ഇവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെയാണുള്ളത്. ആ പോസ്റ്റ്മോർട്ടം നടക്കുന്ന ഘട്ടത്തിൽ മാത്രമായിരിക്കും ഒരു പക്ഷേ ഇവിടേക്ക് എത്തുക. അതുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ അവരുടെ ബന്ധുക്കളാരും ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് പ്രതികരണങ്ങളിലേക്ക് നമുക്കിപ്പോൾ പോകാൻ കഴിയാത്തത്. പക്ഷേ മറ്റ് സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകൾ, പോലീസ് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളൊക്കെ തന്നെ ഇവിടെയുണ്ട്. DYSP ഉൾപ്പെടെ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. സാർ, എപ്പോഴത്തേക്ക് നടപടിക്രമങ്ങൾ തുടങ്ങും പോസ്റ്റ്മോർട്ടം? പറയാൻ പറ്റില്ല. എന്തായാലും അത്തരം പ്രതികരണങ്ങൾക്കും സ്വാഭാവികമായിട്ടും അവർക്കും ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ കാണും. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. അതിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. എന്തായാലും ഈ പ്രതിഷേധം കൂടി കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ പോലീസ് ഉൾപ്പെടെയുള്ള ഫോഴ്സിനെ ഇവിടേക്ക് വിന്യസിച്ചിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം തുടങ്ങും എന്നതാണ് ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന കാര്യം. ശരി രാഗിൻ.